പത്തനംതിട്ട കൊടുമണ്ണിൽ റോഡിന്റെ വീതി അളക്കുന്നതിനിടെ നാടകീയ രംഗങ്ങൾ. കോൺഗ്രസ് വെല്ലുവിളി ഏറ്റെടുത്ത് മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫ് രംഗത്തെത്തിയത് വാക്കുതർക്കത്തിൽ കലാശിച്ചു. തഹസിൽദാരുടെ നേതൃത്വത്തിൽ തർക്കസ്ഥലത്തെ പുറമ്പോക്ക് ഭൂമി അളക്കുന്നതിനിടെയാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. ഏഴംകുളം കൈപ്പട്ടൂർ റോഡിന്റെ അലൈൻമെന്റ് മാറ്റിയെന്ന പരാതിയെ തുടർന്നാണ് റോഡ് റവന്യൂ വിഭാഗം അളവ് തുടങ്ങിയത്. ജോർജ് ജോസഫിന്റെ ഉടമസ്ഥതയിലുള്ള കൊടുമണ്ണിലെ കെട്ടിടത്തിന് മുന്നിൽ ഓടയുടെ അലൈൻമെന്റ് മാറ്റിയെന്നായിരുന്നു പരാതി. CPIM ഭരിക്കുന്ന കൊടുമൺ പഞ്ചായത്തും കോൺഗ്രസുമാണ് ആരോപണം ഉന്നയിച്ചത്. പിന്നാലെ കോൺഗ്രസ് ഓഫീസും പുറമ്പോക്കിലാണെന്ന് ജോർജ് ജോസഫ് കളക്ടർക്ക് പരാതി നൽകി. ഇതും പരിശോധിക്കണമെന്നും ജോർജ് ആവശ്യപ്പെട്ടു. കളക്ടറുടെ ഉത്തരവ് പ്രകാരമാണ് ലാൻഡ് റവന്യൂ തഹസീൽദാർ ഇന്ന് അളക്കാൻ എത്തിയത്. ഇതിനിടെ ജോർജ് ജോസഫിനെ വെല്ലുവിളിച്ച് പ്രാദേശിക കോൺഗ്രസ് നേതാവ് രംഗത്തെത്തി. ജോർജി എന്ന് പറയുന്ന മന്ത്രിയുടെ ഭർത്താവിനെയും CPM-ന്റെ ജില്ലാ സെക്രട്ടറിയും വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ തെളിയിച്ചു കൊണ്ടുവാ. രാവിലെ അളന്നണക്കെ പോലും അവനത് പുതുവലി കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ. വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ജോർജ് രംഗത്തെത്തിയതോടെ രംഗം മാറി. കോൺഗ്രസ് ആരോപണം തെളിഞ്ഞാൽ തന്റെ കെട്ടിടം വിട്ടു നൽകാമെന്ന് ജോർജ് ജോസഫ്. ഞാൻ കോൺഗ്രസ് ഓഫീസ് അളക്കാൻ വന്നില്ലല്ലോ. ഈ റോഡ് അളക്കുന്നതിന് ആർക്കാ ഭയം? റോഡ് ഇവിടെ വന്ന് അളന്നോട്ടെ. AICCO, KPCCO, മണ്ഡലം കമ്മിറ്റിയോ DCCO ഒക്കെ വന്ന് ഇവിടെ അളന്നോട്ടെ. എനിക്ക് പ്രശ്നമില്ല. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അളക്കുന്നതിൽ യാതൊരു തടസ്സവും സൃഷ്ടിക്കില്ലെന്ന് KPCC ജനറൽ സെക്രട്ടറി പഴകുളം മധു പറഞ്ഞു. ലാൻഡ് റവന്യൂ തഹസീൽദാരുടെ നേതൃത്വത്തിലുള്ള അളവെടുപ്പ് നാളെയും തുടരും. നിതിൻ തോമസ്, മീഡിയ 1, പത്തനംതിട്ട.